CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെതിരെ ഒളിയമ്പുമായി കോടിയേരിയുടെ കുടുംബം. ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്നാണ് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ ആരോപണം. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് ക്രൂരമായ അവഗണന നേരിട്ടു. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ആവശ്യത്തിന് വിളിച്ചാൽ ഉന്നത പദവിയിലിരിക്കുന്ന PB അംഗം ഫോൺ എടുക്കാറില്ല എന്നും വിനോദിനിയുടെ ആരോപണം. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ശ്യാമപ്രസാദ് ചേർന്നുണ്ട്. ശ്യാം, നമുക്കറിയാം ഈ കോടിയേരി എന്നത് വളരെ ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മരണശേഷം ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിനോദിനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാലോ, അതായത് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ഈ CPM അംഗത്വം പുതുക്കാൻ ഏറ്റവും കൂടുതൽ തടസ്സം നിന്നത് MP ഗോവിന്ദൻ കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വാർത്ത ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്? സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരിയാണ് പച്ചക്കുതിര എന്ന് പറയുന്ന മാഗസിനിൽ ഇപ്പോൾ CPM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചിരിക്കുന്നത്. പ്രധാനമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ MP ഗോവിന്ദനെതിരെയാണ് ഈ ഒളിയമ്പുമായി വിനോദിനി കോടിയേരി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും PB അംഗവും ഒപ്പം തന്നെ കേരളത്തിലെ പാർട്ടിയുടെ പ്രധാന തലപ്പത്തിരിക്കുന്ന ആളിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ, അതായത് നിലവിൽ അദ്ദേഹം നിരന്തരം അവഗണിക്കുകയും കുടുംബത്തെയും കോടിയേരിയുടെ കുടുംബത്തെയും അവഗണിക്കുന്നു എന്ന കാര്യങ്ങളാണ് വിനോദിനി കോടിയേരി ഈ മാഗസിനിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും PB അംഗം ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MP ഗോവിന്ദൻ്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും കേരളത്തിൽ ഈ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന PB അംഗമെന്ന് പരാമർശിക്കുമ്പോൾ തന്നെ അത് MP ഗോവിന്ദനിലേക്ക് തന്നെയാണെന്ന് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇദ്ദേഹത്തിൽ നിന്ന് പാർട്ടി, അതായത് കോടിയേരിയുടെ മരണത്തിന് ശേഷം ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിലെ പലരും ബന്ധപ്പെട്ടെങ്കിലും MP ഗോവിന്ദനെ ഫോൺ വിളിക്കുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിൽ യാതൊരു മറുപടിയും ഇല്ല, തിരിച്ചു വിളിക്കുക അങ്ങനെയുള്ള പതിവ് കാര്യങ്ങളൊന്നും തന്നെയില്ല എന്ന് തന്നെയാണ് വിനോദിനി കോടിയേരി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ MP ഗോവിന്ദനുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അപ്പോഴൊന്നും തന്നെ PB അംഗം കൂടിയായ സംസ്ഥാന സെക്രട്ടറി നിലവിൽ ഈ ഒരു കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ തന്നെയാണ് വിനോദിനി കോടിയേരി ഈ മാഗസിനിൽ വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും നിലവിൽ നിരന്തരം അവഗണനയാണ് നേരിട്ടതെന്ന് വിനോദിനി കോടിയേരി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരത്തിൽ കുടുംബം മാനസികമായിട്ടടക്കം അല്ലെങ്കിൽ ഒരു തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലൊന്നും തന്നെ നിലവിൽ പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലെ ഉന്നതനായ വ്യക്തിയോ സഹായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിനോദിനി കോടിയേരി പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രതികരണം വരുമ്പോഴും മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത ദിവസമാണ് ബിനോയ് കോടിയേരിക്ക് ഇത്തരത്തിൽ CPM അംഗത്വം അനുവദിച്ച് നൽകിയത്. അന്നും പ്രധാനമായും MP ഗോവിന്ദൻ ഇത്തരത്തിൽ തടസ്സങ്ങൾ നിന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. പ്രധാനമായും ജില്ലാ സെക്രട്ടറി അടക്കം, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കം ബിനോയ് കോടിയേരിയുടെ CPM അംഗത്തിനായി നിരന്തരം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന കമ്മിറ്റി അടക്കം സമീപിച്ചെങ്കിലും MP ഗോവിന്ദൻ അടക്കം ഇടപെട്ട് ഇത് നിലവിൽ പല ഘട്ടങ്ങളിലായി മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ഒടുവിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ED ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ ഇടപെട്ടാണ് നിലവിൽ ബിനോയ് കോടിയേരിക്ക് ഇത്തരത്തിലൊരു CPM അംഗത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തത്. അത് പ്രധാനമായും നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ ഒരു ഉപകാരസ്മരണ, അതായത് ED ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു അന്ന് ബിനോയ് കോടിയേരി ഈ ഒരു പ്രവർത്തകരെ എല്ലാം കൂട്ടി ആഹ്വാനം ചെയ്യുന്നതിന് മുന്നിട്ടിറങ്ങിയിരുന്ന ഒരു സാഹചര്യം. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് CPM അംഗത്വത്തിലേക്ക് ബിനോയ് കോടിയേരിക്ക് വഴി തുറക്കുകയും ചെയ്തത്. ആ വഴി തുറന്ന ദിവസങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ വിനോദിനി കോടിയേരിയുടെ വാക്കുകൾ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിനിട വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ ഗുരുതരമായ ആരോപണമാണ്. MP ഗോവിന്ദനെതിരെയാണ് ഇപ്പോൾ ഈ ആരോപണം കോടിയേരിയുടെ സ്വന്തം പത്നി തന്നെ ഉന്നയിക്കുന്നത്. മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഫോൺ വിളിച്ചാൽ കോൾ എടുക്കാറില്ല. അങ്ങനെ MP ഗോവിന്ദന്റെ ഗുരുതരമായ ആരോപണങ്ങളാണ് നമ്മൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ശ്യാം പങ്കുവച്ചത്.